രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിന്റെ ഒരു സർട്ടിഫിക്കറ്റും ബിജെപിയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിനും സിപിഎമ്മിനും വേണ്ടതില്ല. 2004 63 എംപിമാരുമായി വന്ന് ഒരു താലത്തിൽ ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകിയത് ബിജെപിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയായിരുന്നു. ഒരു ഗ്യാസ് കണക്ഷൻ പോലും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് RSSനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഒരു പാർട്ടിയുടെയോ ഒരു നേതാവിൻ്റെയോ സർട്ടിഫിക്കറ്റ് സിപിഎമ്മിന് വേണ്ടതില്ല. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ അവർ പുറത്തുവിടാത്തതുകൊണ്ട് പറയുകയാണ്. ഇന്ത്യയിൽ ബിജെപിയെയും RSSനെയും പ്രതിരോധിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അവരെ നേരിടാനുള്ള ആർജവം വേണം. ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒത്തുകളികൾ ഒരു തരത്തിലും ഗുണകരമാവില്ല. ഇതേ വാക്കുകൾ തന്നെയാണ് ആ യോഗത്തിൽ പങ്കെടുത്ത സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവിൽ നിന്നും തേജസ്വി യാദവിൽ നിന്നും അതുപോലെ തന്നെ NCPയുടെ നേതാവ് സുപ്രിയ സൂളയിൽ നിന്നും മറ്റനേകം നേതാക്കളിൽ നിന്നും വന്നത്. ഡി രാജ CPIയുടെ നേതാവ് ഇടയ്ക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇടതുപക്ഷത്വം ഇല്ലാതെ പോയി എന്നുള്ളൊരു ആരോപണം കേരളത്തിൽ വന്ന് ഉന്നയിച്ചത്? ഉടനെ രാഹുൽ ഗാന്ധി മറുപടിയായി പറഞ്ഞു, നിങ്ങളല്ലേ അദാനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ വസ്തുതകളൊക്കെ തെറ്റാണ്, ഫാക്ട്സ് ആർ റോങ്. അദാനിയെ കേരളത്തിലേക്ക് ആനയിച്ചത് UDF സർക്കാരാണ്. അദ്ദേഹം നിശബ്ദനായി. അപ്പോൾ കേവലം 5 മിനിറ്റ് മാത്രം ഇന്ത്യ ബ്ലോക്കിൻ്റെ നടപടിക്രമങ്ങൾ പുറത്തുവിട്ട് 95% പുറത്തുവിടാതിരിക്കുന്നത് ഗുണകരമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. സ്വാഭാവികമായിട്ടും ഈ 5% പുറത്തുവിട്ട സ്ഥിതിക്ക് ബാക്കിയുള്ളവരൊക്കെ എന്താണ് പറഞ്ഞതും കൂടി അറിയാനുള്ള കൗതുകം താല്പര്യം ജനങ്ങൾക്കുണ്ടാവും. അപ്പോൾ തേജസ്വി യാദവ് എന്താണ് പറഞ്ഞത്, അഖിലേഷ് യാദവ് എന്താണ് പറഞ്ഞത്, ജോൺ ബ്രിട്ടാസ് എന്താണ് പറഞ്ഞത്, മറ്റ് പാർട്ടികൾ എന്താണ് പറഞ്ഞത്, അതൊക്കെ വരട്ടേന്ന്. ഇപ്പോൾ DMK ഈ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് ആട്ടിപ്പായിക്കാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യം ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. 2 മന്ത്രിസ്ഥാനത്തിൻ്റെ പിന്നാലെ കോൺഗ്രസ്സുകാർ പാഞ്ഞു കടന്നുകൊണ്ടല്ലേ അത് സംഭവിച്ചത്. അതുപോലെ തന്നെ നിതീഷ് കുമാർ ഇന്ത്യ ബ്ലോക്കിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ ഒരു വരവ് മോഡിക്കുണ്ടാകുമായിരുന്നോ എന്ന് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചോദിച്ചു. തേജസ്വി യാദവാണ് യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായി ബീഹാർ പൊളിറ്റിക്സിലുള്ളത്. അദ്ദേഹം പോലും ചോദിച്ചു. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രതികരണങ്ങൾ ഈ രൂപത്തിൽ വന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പ്രതികരണത്തിലേക്ക് വഴിവെച്ച മറ്റ് പ്രതികരണങ്ങൾ കൂടി വരുന്നത് നന്നായിരിക്കും.